ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ KFC നിന്നും ചിക്കനിൽ നിന്നൊക്കെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കാറുണ്ട്. ബാലൻസ് വരുന്നത് നമ്മൾ മിക്കവാറും കളയുകയായിരിക്കും. നമുക്കിത് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയെടുക്കാം. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്രഞ്ച് ഫ്രൈസിൽ എണ്ണയിലൊക്കെ വറുത്തെടുത്തതാണ്, അതുകൊണ്ട് നമുക്കൊട്ടും എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ട. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റുന്നതിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്, നമുക്കൊരു ചെറിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റാം. ഏകദേശം ആ സവാള ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളകിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കണേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസിനൊന്നും ഉപ്പൊന്നും കാണത്തില്ല, നമുക്കതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇൻഗ്രീഡിയൻസിലൂടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ആ വെള്ളം ഒഴിച്ച് കൊടുത്തത് ആ പൊട്ടറ്റോ ഇടുമ്പോഴത്തേക്കൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയാണ്. നമുക്ക് ആ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് ചൂടൊക്കെ ആയിട്ടുണ്ട്. പൊട്ടറ്റോ ഒന്ന് ക്രിസ്പി ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. യൂട്യൂബിൽ ആരും ഇങ്ങനെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ KFCയിൽ നിന്നും ഒക്കെ വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അത് നമ്മൾ വെറുതെ കളയാതെ നമ്മുടെ ചോറിനൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.